ഇല്ലാത്ത ദുഃഖം ഞാൻ നിന്റെ മുഖത്ത് കാണുന്നു മകനെ. എന്താടി സാറിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ വായിച്ച് മനസ്സിലാക്കാൻ? സുഗത വേണ്ട സാർ, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കട്ടെ. അങ്ങോട്ട് ഇങ്ങോട്ടല്ല അങ്ങോട്ട് പോ, അകത്തേക്ക്. ആരാ പറഞ്ഞു? ദേവി എന്നെ അനുഗ്രഹിക്കണം, എന്റെ തെറ്റുകൾ പൊറുക്കണം. എഴുന്നേൽക്കും മകനെ. ദേവി, ദേവി പറഞ്ഞതെല്ലാം ശരിയാണ്. എന്റെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചുപോയി. കുട്ടികളില്ലാത്തതിന്റെ വിഷമം ഞാൻ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എഴുന്നേൽക്കും മകനെ. ദേവി, ദേവി നേരത്തെ പറഞ്ഞില്ലേ ഒരു കേസിന്റെ കാര്യം? ആ കേസിൽ ഞാൻ ജയിക്കുമോ? ഒന്ന് കണ്ടു നോക്കൂ. മകനെ, നീ നിന്റെ കൈ ഒന്ന് നീട്ടു. ഈ കൈയല്ല, മറ്റേ കൈ. ഈ മോതിരമാണ് നിന്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഇത് നിന്റെ കയ്യിലുള്ളിടത്തോളം കാലം നിന്റെ ദുഃഖത്തിനും ദുരിതത്തിനും ശമനം വരില്ല. ദൂരെ അറിയൂ. പുറത്തേക്ക് കളയണ്ട, ദേവിയുടെ കയ്യിൽ കൊടുത്താൽ മതി. ഇത് സ്വർണ്ണമാണ്, ഇതിന്റെ കല്ല് മാറ്റിയാൽ മതിയോ? പ്രശ്നങ്ങൾ തീരുന്ന നേരത്തെ എന്ത് സ്വർണ്ണം അങ്ങോട്ട് കൊടുക്കും? മകനെ, നീ കണ്ണുകൾ അടയ്ക്കൂ, പ്രാർത്ഥിക്കൂ, ദേവിയോട് യാചിക്കൂ. എന്റെ ജ്ഞാനദൃഷ്ടിയിൽ എന്തെല്ലാമോ തെളിഞ്ഞു വരുന്നു. വാച്ച് കുഴപ്പമുണ്ടോ ദേവി സാറിന്റെ കയ്യിലത്തെ? നീ കണ്ണു തുറക്കുമ്പോഴേക്കും നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നാം നൽകിയിരിക്കും. ദേവി, 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 കപ്പീസി. അവരോടെ? അവര് സാറിന്റെ കൂടെ അകത്തില്ലേ? എന്താ സാർ? അവര് പോയടോ? പോയാ? ആ, അവര് രക്ഷപ്പെട്ടു. അതെങ്ങനെ? എന്റെ കയ്യിലെ മോതിരം പോയി. അവളെങ്ങനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. എന്തിന്? സാറിന്റെ പേഴ്സും കൂടി അവൾ അടിച്ചോണ്ട് പോകും. സാറ് പറഞ്ഞത് നേരാ. കമ്പ്യൂട്ടർ യുഗം സാക്ഷര കേരളം എന്നൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഇത് ഇങ്ങനെ വരൂ.